നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 21, 2026 ബുധൻ. അങ്ങനെ ഇന്ന് മാർക്കറ്റിന് വലിയൊരിടിവ് നേരിടേണ്ടി വന്നെങ്കിലും ഒരു പരിധിവരെ നഷ്ടങ്ങൾ തിരിച്ചുപിടിക്കുവാനും നിഫ്റ്റിക്ക് ഇന്ന് സാധിക്കുകയുണ്ടായി. എങ്കിലും ഇന്നും തുടർന്ന നഷ്ടത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല ഇന്ന് നിഫ്റ്റി അതിന്റെ 200 ഡേ EMA ആയ 25,160 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് നിലവിൽ നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളിലുമുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുകയുണ്ടായി. മാത്രമല്ല 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് നിഫ്റ്റി വ്യാപാരവും അവസാനിപ്പിക്കുകയുണ്ടായത്. ഒക്ടോബർ 9 തീയതിയിലായിരുന്നു അവസാനമായി നിഫ്റ്റി 25,200 എന്ന ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുന്നതും. കൂടാതെ കൃത്യം 2 മാസങ്ങൾക്ക് ശേഷം, അതായത് അവസാനമായി നവംബർ 21-നായിരുന്നു ഇന്ത്യ വിക്സ് അവസാനമായി 14 എന്ന ലെവലിൽ നിലകൊള്ളുകയുണ്ടായത്. എന്നാൽ ഇന്ന് ഇന്ത്യ വിക്സ് അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 14 എന്ന ലെവൽ ഇൻട്രാഡേ ബേസിസിൽ ബ്രേക്ക് ചെയ്യുകയുമുണ്ടായി. എന്തെല്ലാം ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. നിഫ്റ്റി ഇന്ന് ഏകദേശം 400 പോയിന്റുകൾക്കടുത്ത് ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യുകയുമുണ്ടായി. 200 ഡേ EMA ബ്രേക്ക് ചെയ്യുക മാത്രമല്ല സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലായ 25,000 എന്ന ലെവലും ബ്രേക്ക് ചെയ്യുകയുണ്ടായി. തുടർന്ന് രാവിലെ 11:20 കൂടി തന്നെ ഇന്നത്തെ ഡേ ലോ ആയ 24,919 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് മാർക്കറ്റിന് ശക്തിയാർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് കൃത്യം 1 മണിയോടുകൂടി ഇന്നത്തെ നഷ്ടങ്ങളെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് നേരിയ നേട്ടത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ 25,300 എന്ന ലെവലിൽ എത്തിച്ചേരുകയുമുണ്ടായി. ഈ ലെവലിൽ നിന്നും റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്നും മാർക്കറ്റിൽ ഇടിവ് നേരിടേണ്ടി വന്നതിന്റെ ഫലമായിട്ട് 75 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,157 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിലും ഇന്ന് 1,200-ലേറെ പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യുകയുമുണ്ടായി. എങ്കിലും 270 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് 1% അഥവാ 603 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 815 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,106 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറുകളെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഫാർമ, IT, പ്രൈവറ്റ് ബാങ്ക്സ്, റിയാലിറ്റി, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 0.5% നഷ്ടവും നേരിടേണ്ടി വന്നു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ട്രെൻഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, ICICI ബാങ്ക്, ടാറ്റ കൺസ്യൂമർ, അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഇറ്റേണൽ, മാക്സ് ഹെൽത്ത് കെയർ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഹിൻഡാൽകോ, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഏറ്റവും വലിയ ഇടിവ് സിംഗിൾ ഡേയിൽ നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. കൂടാതെ ഫ്രഷ് റെക്കോർഡ് ലോയും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 73 പൈസയുടെ നഷ്ടത്തോടുകൂടി 91.70 എന്ന ലെവലിലായിട്ട് വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്നും ഗോൾഡിന്റെയും സിൽവറിന്റെയും ETF-ല് അതിശക്തമായ ഉയർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാനും സാധിച്ചു. Q3 റിസൾട്ടുകളുടെ ഇമ്പാക്റ്റിനെ തുടർന്ന് ഇന്ന് പെർസിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 4% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. പിന്നീട് നഷ്ടം ഒരു പരിധിവരെ നികത്താൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും, കൂടാതെ ഇന്ന് SRF സ്റ്റോക്കിൽ അനുഭവപ്പെട്ട 5% ഇടിവിനെ തുടർന്ന് സ്റ്റോക്ക് അതിന്റെ 9 മാസത്തെ ലോയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2026 ബഡ്ജറ്റില് ഓട്ടോ ഇൻഡസ്ട്രിയെ EV ഇൻസെന്റീവ്സിനെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. തുടർച്ചയായി ഈ ആഴ്ചയിൽ 3-ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ പുതിയ ഏറ്റവും താഴ്ന്ന നിലയിലേക്കായിട്ട് എത്തിച്ചേരുകയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ അതിശക്തമായ ഇടിവ് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിൽ തുടരുവാൻ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. ഈ മാസം ഇന്നലെ വരെ ആകെ 13 ട്രേഡിംഗ് സെഷനാണ് ഇന്ത്യൻ മാർക്കറ്റ് പൂർത്തിയാക്കുകയുണ്ടായത്. അതിൽ 12 ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുകയും ചെയ്തു. കൂടാതെ
കൂടാതെ രണ്ടാം തീയതിയിലെ ബൈയിങ് മാറ്റി നിർത്തിയാൽ തുടർച്ചയായി ഇന്നലെ വരെ 11 ട്രേഡിംഗ് സെഷനിലും അവർ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായതും. ഇന്നലെയും ഏകദേശം 3000 കോടി രൂപയ്ക്ക് അടുത്ത് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ തുടർന്ന സെല്ലിംഗും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. കഴിഞ്ഞ വീക്കെൻഡില് US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഗ്രീൻലാൻഡ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരായിട്ട് പ്രഖ്യാപിച്ച 10% അഡീഷണൽ താരിഫിന്റെ പ്രതിഫലനം 3 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നലെ വ്യാപാരം പുനരാരംഭിച്ച US മാർക്കറ്റിൽ പ്രതിഫലിക്കുകയുമുണ്ടായി. തൽഫലമായി ഇന്നലെ US മാർക്കറ്റിൽ S&P 500നും നാസ്ഡാക്കിനും 2% ഇടിവും നേരിടേണ്ടി വന്നു. തൽഫലമായി ഇന്നലെ US മാർക്കറ്റുകൾക്ക് അവയുടെ 3.5 ആഴ്ചത്തെ ലോയിലേക്കും എത്തിച്ചേരേണ്ടതായിട്ടും വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിലും മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റ്സിലും അനുഭവപ്പെട്ട വീക്ക്നെസ്സിനെ തുടർന്നുണ്ടായ വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുന്നതിൽ മറ്റൊരു ഘടകമായി തന്നെ മാറി. 2 മാസത്തിലേറെ കാലമായി അൾട്രാ ലോ ആയി മാറിയ ഇന്ത്യ വിക്സ് ഈ ആഴ്ച ആരംഭിച്ചതു മുതൽ അതിശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. തിങ്കളാഴ്ച 4%-ത്തിനടുത്തും ഇന്നലെ ചൊവ്വാഴ്ച 7%-ത്തിലേറെയും ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ മാത്രം ഏകദേശം 10%-ത്തിലേറെ ഉയർച്ച അനുഭവപ്പെട്ടു. കൂടാതെ 2 മാസങ്ങൾക്ക് ശേഷം മുൻപ് കണ്ട പോലെ തന്നെ 14 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഒരു ഘട്ടത്തിൽ 14.43 എന്ന ലെവലിലേക്കും ഇന്ത്യ വിക്സ് ഇന്ന് എത്തിച്ചേരുകയുമുണ്ടായി. തുടർന്ന് നേരിയ തോതിലാണെങ്കിലും ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ 8.25%-ത്തിന്റെ ഉയർച്ചയോടുകൂടി 13.78 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. തൽഫലമായി ഈ 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് തന്നെ ഇന്ത്യ വിക്സിൽ ഏകദേശം 20%-ത്തിനടുത്ത് ഉയർച്ചയാണ് അനുഭവപ്പെട്ടതും. കൂടാതെ ഇന്നും ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ട അതിശക്തമായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരായിട്ട് പുതിയതായിട്ട് പ്രഖ്യാപിച്ച ട്രംപിന്റെ അഡീഷണൽ താരിഫ് മൂലം യൂറോപ്യൻ രാജ്യങ്ങളും ഹീറ്റപ്പ് ആവുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. കൂടാതെ ഇന്നലെ US പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഇറാനെതിരെ പുതിയ ഒരു പരാമർശവും വരികയുണ്ടായി. തനിക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഇറാനെതിരെയുള്ള നടപടികൾ അതിരൂക്ഷമായിരിക്കുമെന്നുള്ള ഭീഷണിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നതും. അതുകൊണ്ട് തന്നെ ഈ 2 നടപടികളെയും തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യവും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ദോഷമായി തന്നെ മാറി. ഇന്നലെ ഇന്ത്യൻ PSU ബാങ്കുകളിലാണ് അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടെങ്കിൽ ഇന്ന് ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്ക് മേഖലയിലും അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. ICICI ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ ഇന്ന് അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2%-ത്തോളം ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ ഈ സ്റ്റോക്കുകളിൽ അനുഭവപ്പെടുകയുമുണ്ടായി. തൽഫലമായിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കും 1%-ത്തിലേറെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇന്ന് ഒരു ഘട്ടത്തിൽ നിഫ്റ്റിക്ക് അതിന്റെ നഷ്ടങ്ങളൊക്കെ തിരിച്ചുപിടിക്കുവാൻ സാധിച്ചെങ്കിലും ബാങ്ക് നിഫ്റ്റി മടിച്ചു പുറകോട്ട് നിൽക്കുന്ന കാഴ്ചയും തൽഫലമായി ദൃശ്യമായി. അതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായ അതിശക്തമായ സെല്ലിംഗ് പ്രഷറും ഇന്ത്യൻ മാർക്കറ്റിനെ പുറകോട്ട് വലിക്കാൻ മറ്റൊരു പ്രധാന കാരണമായും മാറുകയുണ്ടായി. കൂടാതെ ഇന്നലെ തുടങ്ങി ഇന്നും ബോർഡർ മാർക്കറ്റ്സുകൾ രക്തരൂഷിതമായിരുന്നു. തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്നലെ 2%-ത്തോളം ഇടിവ് നേരിട്ടെങ്കിൽ ഇന്നത്തെ വ്യാപാര സമയത്ത് പലപ്പോഴും 1.5%-ത്തിലേറെ ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. മാത്രമല്ല ക്ലോസിംഗ് ബേസിസിലും 1%-ത്തിലേറെ നഷ്ടത്തോടുകൂടി തന്നെയാണ് ബോർഡർ മാർക്കറ്റ്സുകളും വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. തുടർച്ചയായി ഇന്നും ബോർഡർ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 83 പോയിന്റുകളുടെ നേട്ടത്തിൽ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ 3 യൂറോപ്യൻ മാർക്കറ്റ്സുകളും നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടരുന്നതും. UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-ത്തിനടുത്തും നഷ്ടത്തോടുകൂടി വ്യാപാരത്തിൽ തുടരുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് 0.5%-ത്തിനടുത്ത് നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ഹോങ്കോങ്, കൊറിയൻ, തായ്ലാന്റ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ബ്രന്റ് ക്രൂഡിന്റെ വില $64.50 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $59.97 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇന്ന് തൽഫലമായി $4,888.11 പെർ ഔൺസ് എന്ന നിലയിലേക്കും ഗോൾഡിന്റെ വില എത്തിച്ചേരുകയുമുണ്ടായി. തുടർന്ന് പ്രോഫിറ്റ് ബുക്കിംഗിനെ തുടർന്ന് നേരിയ ഇടിവ് നിലവിൽ ഗോൾഡിൽ അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും $100 ഉയർച്ചയോടുകൂടി അഥവാ 2%-ത്തിലേറെ ഉയർച്ചയാണ് ഗോൾഡിന്റെ വിലയിൽ നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. $4,862.87 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ
കൺഫർമേഷൻ അല്ല. അമാഗി മീഡിയ ലാബ്സ് ഇന്ന് സ്റ്റോക്ക് NSEയിലും BSEയിലും IPO പ്രൈസിൽ നിന്നും 12% പ്രീമിയത്തിന് നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. ബാൽഗോപാൽ കൊമേഴ്ഷ്യൽ ഡ്രീം മാക്സ് എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 100% വരുന്ന ഓഹരികളും കമ്പനി സ്വന്തമാക്കുകയുണ്ടായി. ഇതിലൂടെ ഡ്രീം മാക്സ് എസ്റ്റേറ്റിനെ കമ്പനിയുടെ പൂർണ്ണമായിട്ടുള്ള അനുബന്ധ സ്ഥാപനമായി മാറ്റുകയുമുണ്ടായി. ഓർഗാനിക് റീസൈക്ലിംഗ് സിസ്റ്റംസ് രാജസ്ഥാനിൽ ഒരു കംപ്രസ്ഡ് ബയോഗ്യാസ് പദ്ധതിക്കായി 50 കോടി രൂപയുടെ കരാർ കമ്പനി നേടിയെടുത്തു. ഇന്റർഗ്ലോബ് ഏവിയേഷൻ പുതിയ റിപ്പോർട്ട്സുകൾ വരുന്ന പ്രകാരം ഇന്ത്യൻ ഗവൺമെന്റ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എയർഫെയർസിലുള്ള ക്യാപ്പ് എടുത്തു മാറ്റിയേക്കാമെന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ ഉയർച്ചയും അനുഭവപ്പെടുകയുണ്ടായി. കോഫി ഡേ എന്റർപ്രൈസസ് ഒരു ഫെമ കേസിൽ കർണാടക ഹൈക്കോടതി കമ്പനിക്ക് താൽക്കാലിക ജാമ്യം അനുവദിക്കുകയുണ്ടായി. ഹെറിറ്റേജ് ഫുഡ്സ് 77.95 ലക്ഷം രൂപയുടെ GST റീഫണ്ടിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി. ബിർള സോഫ്റ്റ് 28 ജനുവരി 2026 കമ്പനിയുടെ Q3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.